അപ്പോഴേ നമ്മൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ ദിവസത്തിന് രണ്ട് പ്രത്യേകതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ മഹാനായ മഹാത്മാഗാന്ധിജിയുടെ ജനന ദിവസവും കൂടിയാണ്. നവരാത്രി മഹോത്സവത്തിൻ്റെ അതായത് പൂജയെടുപ്പിൻ്റെ ദിവസം കൂടിയാണ്. കുഞ്ഞുങ്ങൾ അവരുടെ ആദ്യാക്ഷരം കുറിക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ അങ്ങനെ കുറിക്കുന്ന ഇന്നത്തെ ദിവസത്തിൽ മണിയാശാന് ആ കുഞ്ഞുങ്ങളോട് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കാനുണ്ടോ? നിങ്ങൾ കലാരംഗത്തേക്കിട്ട് വരണം, അവരെങ്ങനെ നിങ്ങൾ പെരുമാറണം, നിങ്ങളുടെ ഉള്ളിൽ എന്ത്, അതുപോലെ തന്നെ നിങ്ങളുടെ മുഖത്ത് എപ്പോഴും മന്ദഹാസം വിരിയണം എന്നൊക്കെയുള്ള ചില ചിന്തകൾ കാണാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ നവരാത്രിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവർക്കൊരു സന്ദേശം ആയിക്കോളാം. നമുക്ക് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് അവർക്ക് തോന്നുന്ന പോലെ വരയ്ക്കണം. സ്ലേറ്റിലൊക്കെ ആകുമ്പോൾ വരച്ച് തെറ്റിപ്പോയാൽ വായിക്കാൻ പറ്റും. സ്ലേറ്റിലാണ് ഞങ്ങൾക്ക് സ്ലേറ്റ് പിന്നെ ശൂന്യാകാശത്ത് വരെ വെള്ളം വരയ്ക്കാവുന്ന അവസ്ഥയുണ്ട്. വരച്ചാൽ കാണാം. അപ്പം അമ്മ പറയുന്നത് വരയ്ക്കൽ കാണുന്നത് ഓട്ടാന്ന് പറയുന്നത് ആകാശം ഇങ്ങനെ നീലമായിട്ട് വെള്ളം കൊണ്ട് വരച്ച് ആണ്. അപ്പം കുഞ്ഞുങ്ങളോടൊക്കെ പറയാനുള്ള അവർക്ക് നിർഭയരായിട്ട് ഇതൊരു വലിയ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് തോന്നുന്ന പോലെ നിങ്ങൾ വരയ്ക്കണം. ഒരുത്തരെയും നോക്കേണ്ട കാര്യമില്ല. അത് മാത്രമല്ല, നമ്മളെ ഈ കലാരംഗത്ത് ഏത് കലയായാലും ആ കലാരംഗത്തേക്ക് വരുമ്പോൾ അവർ കല അഭ്യസിക്കുമ്പോൾ അവരിൽ അത്രയും നേരമെങ്കിലും അവർ അതിനെ ഉൾക്കൊള്ളുന്നതിനാൽ അവർ മറ്റൊരു ദുഷിച്ച ചിന്തയിലേക്ക് പോകാനുള്ള സന്ദർഭം കുറയും. ഇതിനകത്തുള്ള രസം, ഞാൻ വീട്ടിൽ ഞങ്ങൾ 5 ആണും 3 പെണ്ണുമാണ്. ഞാൻ ആണുങ്ങളിൽ ഏറ്റവും ഇടയാണ്. അപ്പം ബാക്കി ചേട്ടന്മാർക്കെല്ലാം ജോലിയൊക്കെയാണ്. എനിക്ക് എന്തായാലും മറ്റൊരാളിനെയും പണ്ടും ഒറ്റയ്ക്കിരിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഇപ്പോഴും അങ്ങനെ തന്നെ. അപ്പോൾ ഞാൻ ആൾക്കൂട്ടത്തിൽ പോയാലും തങ്ങിയിരിക്കത്തുള്ളൂ. അപ്പുറത്ത് പോയാലും എനിക്ക് ഒറ്റയ്ക്കിരിക്കണം. അപ്പം ആൾക്കൂട്ടത്തിൽ എനിക്ക് അലർജിയാണ്. ഉത്സവനാവാരോടെ 10 മിനിറ്റ് ഇരിക്കാൻ വലിയ പാടാനി. അപ്പോൾ കാര്യം ആൾക്കൂട്ടത്തിന് ചിന്തയില്ലല്ലോ, വികാരമല്ല ഉള്ളു. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് മറ്റൊരു ശല്യം ചെയ്യാതിരുന്ന് എനിക്ക് വായിക്കാം. എൻ്റേതായ ഒരു ലോകം എനിക്ക് ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ടാണ് പൂർണ്ണമായിട്ട് ഇങ്ങനെ ആയത്. കൊച്ചുനാളിലായിരുന്നു വരപ്പ് തന്നെ എപ്പോഴും വീട്ടിൽ വരുമ്പോഴും എല്ലാം. 1984 തകരി സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ, ഞാൻ 84 പഠിക്കുന്ന കാലയളവിൽ ആദ്യമായി നാടകം എഴുതി സംവിധാനം ചെയ്ത് അതിൽ അഭിനയിച്ചുകൊണ്ടാണ് എൻ്റെ ഈ എഴുത്തിൻ്റെ ജീവിതം തുടങ്ങുന്നത്. ഇന്നിപ്പോൾ എനിക്ക് 54 പടിവാതിക്കലെത്തിക്കുമ്പോഴും എഴുത്തിൻ്റെ വഴികൾ നിർത്തിയിട്ടില്ല. അത് ഞാൻ ഇന്നിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, നമ്മളെ ആരും ഉടനെ ഒന്നും തിരിച്ചറിയത്തില്ല. നമ്മുടെ നാട്ടിൽ തിരിച്ചറിയുന്നതിനേക്കാൾ കൂടുതൽ അന്യപ്രദേശങ്ങളിൽ നമ്മളെ തിരിച്ചറിയുന്നു. ഇന്ന ആളാണെന്ന് പറയുന്നു. പക്ഷേ താങ്കൾക്ക് കിട്ടിയ ഒരു ഭാഗ്യം എനിക്ക് മനസ്സിലാവുന്നത്, താങ്കളുടെ നാട്ടുകാർ തട്ടയിൽ കൊണ്ടു നടന്നു, അതായത് കൈവെള്ളയിൽ കൊണ്ടു നടന്നു. ഞങ്ങളുടെ മണിയണ്ണൻ, ഞങ്ങളുടെ മണിച്ചേട്ടൻ, അല്ലെങ്കിൽ ഞങ്ങളുടെ ആശാൻ, അതല്ലെങ്കിൽ ഞങ്ങൾക്കൊക്കെ വഴികാട്ടി ഏതൊരു ക്ലബിലെ പ്രോഗ്രാം വന്നാലും എവിടെ വന്നാലും മണിയാശാന്റെ ഒരു കയ്യൊപ്പ് അവിടെ വേണം. ഒരു സുന്ദരിക്ക് പൊട്ടു കുത്തണമെങ്കിലും ആശാന്റെ പടം വരച്ചുകൊണ്ടാണ് അവർ പോകുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോഴേ ഇത്രയും കാലയളവ് കൊണ്ട് ലക്ഷങ്ങളോളം പടങ്ങൾ വരച്ച്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല ആ വരച്ച പടങ്ങൾക്ക് യഥാർത്ഥ റോയൽറ്റിയോ അതിന്റെ ഫണ്ടോ ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. ആരും ഒരു സർക്കാർ വിളിച്ചൊരു അവാർഡോ അല്ലെങ്കിൽ അതിന് തെക്കമുള്ള ഒരു റിവാർഡോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അവശ്യ കലാകാരന്മാരുടെ ഒരു പെൻഷനോ ഒന്നും കിട്ടിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അക്കാഡമിയിലൊന്നും അപേക്ഷിച്ചിട്ടില്ല. അക്കാഡമിയിൽ നിന്ന് ഇയാളുടെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ മോദിയുടെ പക്ഷേ അവർ ഷെയർ ചെയ്തിടുന്നല്ലാതെ ഞാൻ എനിക്കൊരു സാമ്പത്തിക സഹായം തരണം, മറ്റേ തരണം, എന്നെ അംഗീകരിക്കണം. നമ്മുടെ ഒരു അക്കാഡമിയിൽ പോയിട്ടില്ല. 71 വയസ്സ് കഴിഞ്ഞ് ഇനി പോകുന്ന പ്രശ്നവുമില്ല. ഇത്രയും നല്ല വാശിയോട് അതും ഓരോ പടത്തിനും ജീവൻ തുളുമ്പുന്ന രീതിയിൽ അവരുടെ കണ്ണുകളിലെ ആ സൗന്ദര്യവും, അതുപോലെ തന്നെ ഈ നവരാത്രി പൂജയ്ക്ക് വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ടാണ് സരസ്വതി എഴുന്നള്ളുന്നത്. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ആ വെള്ള സരസ്വതി ഈ വീണാവാണിയായിരിക്കുന്ന ആ ഫോട്ടോയുടെ മുമ്പിൽ വന്നിരിക്കാനുള്ള ഒരു യോഗവും നമ്മൾക്കുണ്ടാക്കിയിരുന്നു. ഞാൻ മുൻകൂട്ടി പറഞ്ഞതൊന്നും അല്ല, പക്ഷേ ഞാൻ ഇവിടെ വരുമ്പോൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ദേവിയെയാണ്. അതുപോലെ മതചിന്തകളൊന്നുമില്ലാതെ ഞാൻ ഏത് മതക്കാരനാണെന്ന് പോലും NS മണിച്ചേട്ടന് പറയാൻ പറ്റത്തില്ല. മനുഷ്യൻ എന്ന കൺസെപ്റ്റിൽ മാത്രം ജീവിക്കുന്ന ഈ കലാകാരന് ഇനിയുള്ള കാലവും നല്ല നല്ല പടങ്ങൾ വരച്ച്, അതുപോലെ അവാർഡുകളോ റിവാർഡുകളോ ഒന്നുമല്ല, അദ്ദേഹത്തിന് നിലനിൽക്കാനുള്ള ഒരു സമ്പദ്ഘടന സർക്കാരിൽ നിന്നുണ്ടാവണം. അതിനു വേണ്ടി
ആരെങ്കിലും മുൻകൈ എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പുള്ളി ആരോടും ഞാൻ അപേക്ഷിക്കത്തില്ലെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിന് എൻ്റെ നമസ്കാരം കൂപ്പുകയും